ഞങ്ങൾ രണ്ടുപേരും +2. ഞങ്ങൾ 2 അമ്മായിയമ്മമാരും ഞങ്ങൾക്കുള്ള ഓരോരോ മക്കളും. എൻ്റെ മോള്, അവരുടെ മകൻ. ഷുഗർ നോർമൽ അല്ല സാർ? ആ, അവിടെ ഇരുന്നു. അമ്മ ഈ ടീ ആൻഡ് ഗോസിപ്പ് കട തേടി വന്നതാണ്. അപ്പൊ ഇവിടെയാണോ ഈ ചായയും ചായക്കൊപ്പം കുറച്ച് പരദൂഷണവും കൊടുക്കുന്നത് പറഞ്ഞിട്ട്? സ്നേഹമാണോ? അപ്പൊ ആ സ്നേഹത്തിന്റെ കഥ നമുക്ക് പ്രേക്ഷകരെ കൂടി ഒന്ന് കേൾപ്പിക്കണ്ടേ? ആ കഥ പറയാൻ നമുക്കൊപ്പം അമ്മമാര് ശരിയാണ്. ബാ, ഒരു ചായ എന്നൊരു കടിയും വേണം. മക്കള് രണ്ടും അവരാണ് ഞങ്ങളുടെ തലയും വെച്ച് പറ്റിച്ചു. ഞങ്ങളോട് പറഞ്ഞേ ഇത് നമുക്ക് പേര്, ഞങ്ങൾക്ക് നേരത്തെ വേറെ പേരായിരുന്നു ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായത്, ടേസ്റ്റ് ബഡ് എന്നാണ് പേരുണ്ടായത്. പക്ഷെ ഇതിന് നമുക്കൊരു കഫേ ആയതുകൊണ്ട് വേറൊരു പേരിടാം, നമുക്ക് പരദൂഷണം ഇടാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ 2 തലയിൽ വെച്ച് പരദൂഷണം എന്ന് പറഞ്ഞാൽ 2 അമ്മായിയമ്മ പരദൂഷണം എന്ന് പറയുമെന്ന്. അപ്പം പറഞ്ഞാൽ ശരി ശരി മാറ്റിക്കളയാം, നമുക്കേ വേറെ പേരിടാം. ഇട്ടപ്പം നോക്കിക്കഴിഞ്ഞപ്പോ ഗോസിപ്പ്. ഇതെന്ത് ഇത് തിരിച്ച് ഇംഗ്ലീഷിൽ ഇട്ടപ്പോഴും ഗോസിപ്പ് എന്ന് പറഞ്ഞ പരദൂഷണം. ആദ്യം പറഞ്ഞത് അവര് ഗോ ഗ്യാപ്പ് സിപ്പ് അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ പറയും വേറെ പരദൂഷണം ഞങ്ങൾ പറയും. ഒരു ചിക്കൻ പൊട്ടിട്ട് ഞങ്ങൾക്ക് കുറെ കുട്ടികളെ കിട്ടി. പരദൂഷണമല്ല, കുറേ സ്നേഹമുള്ള മക്കള്. നമ്മൾ എത്ര കൊടുക്കുന്നു അതിന് ഡബിൾ തിരിച്ചു തരുന്ന മക്കള്. കണ്ടു കഴിഞ്ഞാൽ ഉമ്മ ഫസ്റ്റ് തരും. നമ്മള് സ്നേഹം പ്ലസ് മധുരമായ ചായ പലഹാരം. അവള് കണ്ണൂര്, ഞാൻ തിരുവിതാംകൂർ. നമ്മൾ 2 രുചിയാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മലബാർ ഉണ്ടാക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കല്ലുമ്മക്കായി, കൽമാസ്, പഴം നിറച്ചത്, ഉന്നക്കായ, പിന്നെ സമൂസ, കോഴിയട. പിന്നെ തലശ്ശേരി ഒരു വിഭവമുണ്ട്, കപ്പ കൊണ്ടുണ്ടാക്കുന്നത് കോഴിക്കാല്, പക്ഷെ കോഴിയില്ലാത്ത കാല്. വീട്ടിൽ 4 പേര് ടേസ്റ്റ് ചെയ്യും, വെരിഫൈ ചെയ്യും എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. കുറ്റമാണെങ്കിൽ കുറ്റം പറയാം, മക്കളും ശരിക്കും കുറ്റം പറയും. മോനാണെങ്കിൽ ഇതിന് കുറച്ച് കുറവ്, അങ്ങനെ പറയുള്ളൂ. മോൾ അങ്ങനെയല്ല, ഇത് വേണ്ട, ഇതിന് ഇന്നതിന് മിക്സ് വേണം, ഇത് മാറ്റിക്കോ, ഇത് വേണ്ട, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം, ഇതിന് ഷേപ്പ് കുറച്ച് കുറക്കണം, ഇത് അങ്ങനെ ആക്കണം. ഭയങ്കര വെരിഫിക്കേഷനാ. അങ്ങനെ 2 പേരും ചെയ്തിട്ടാണ് ഞങ്ങൾ 2 പേരും കറക്ഷൻ ചെയ്യുന്നത്. ബ്ലാക്ക് ടീ അല്ലേ ജിഞ്ചറിന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ സാർ ഇരുന്നോ. 2 ഇവിടെ കാണുന്ന കട്ട്ലേറ്റിനകത്ത് കുറേ റസ്ക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയാണ്. പുള്ളിക്കാരത്തിൻ്റെ കട്ട്ലേറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷേ അതിനുള്ളിൽ വേറൊരു സ്നേഹമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് പറയില്ല. ഞാൻ ബോൾഗാട്ടിന്റെ നമ്മൾ 2 പേരും എല്ലാ കുത്തക്കളും കഴിക്കും. പിള്ളേർ പറയും ഞങ്ങൾ 2 ഭയങ്കര 3 വർഷവും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഒരു 2 വയസ്സ് അത്രയും. അതല്ലേ അവളെ ഞാൻ എടി വഴി നല്ല പട്ടി അങ്ങനെയൊക്കെ വിളിക്കും. ഒരു സ്പെഷ്യൽ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ പൊട്ടിത്തെറിച്ചത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഫുഡ് മാത്രമല്ല അമ്മമാരുടെ സ്നേഹവും അതുപോലെ തന്നെ. നമ്മുടെ വീട്ടിലെ അമ്മമാർ എങ്ങനെ തരും അതുപോലെ തന്നെ ആയിരിക്കും ഫുഡ്. അടിപൊളിയാണ്. അമ്മമാരുടെ സ്നേഹം എല്ലാം, ഫുഡ് എല്ലാം സെറ്റാണ്. ഗീത വിളിക്കാം. ഗീത എന്ന പേരാണ്ട് എനിക്ക് ഗീതേ എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. ഗീ എന്നെ വീട്ടില് ചന്ദനാന്ന് എന്റെ പേര്, പക്ഷെ എന്നെ ബച്ചി എന്ന് വിളിക്കും വീട്ടില്. 2 മുന്തിരി ചായ കേട്ടാ. ഇവിടെ ഒരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളായിട്ടുള്ള ഉള്ളതൊരു എല്ലാ ഗോസിപ്പും നമ്മൾ പറയും. നമ്മളെ ഭക്ഷണത്തിന്റെ എന്തൊക്കെ കുറ്റം കുറവ് എല്ലാം പറയണമെന്ന് പറയും. ഉപ്പോട്ട് കർപ്പൂരം പറഞ്ഞിട്ടേ വിടുള്ളൂ. പക്ഷെ അവർ പറയും കേട്ടോ, അമ്മ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. നമ്മളെ മക്കൾ അങ്ങനെയാ ഇവിടെ വരുന്ന കുട്ടികളെ. അപ്പൊ ഇനി വൈകിക്കണ്ട, പനമ്പള്ളികളിലേക്ക് വരുമ്പോൾ ടീ ആൻഡ് ഗോസിപ്പ് കഫേ. ഇവിടുത്തെ അമ്മമാരുടെ ചായയും കുടിച്ച് സ്നേഹവും നുകർന്ന് നമുക്ക് സന്തോഷമായിട്ട് മടങ്ങാം.
നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്ത് രസമാണല്ലേ ഈ രണ്ടുപേരുടെയും ഈ കൂട്ടിങ്ങനെ അവരുടെ ആ ഒരു സംസാരമൊക്കെ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഇവർ തമ്മിലുള്ളൊരു ബന്ധം, കല്യാണം കഴിച്ച രണ്ടുപേരുടെ അമ്മമാരാണ്. ഇവർ തമ്മിൽ എങ്ങനെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി? സാധാരണ നമുക്ക് അധികം കാണാൻ കഴിയാത്തൊരു കൂട്ടുകെട്ടാണ്. അവർ ഒരുമിച്ച് വരുന്ന ഒരു കട ഇങ്ങനെ നടത്തുന്നു, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കഥയൊന്ന് പറയൂ ശ്യാം. കടയുടെ പേരിൽ തന്നെ ഒരു രസകരമാണ്, ടീ ആൻഡ് ഗോസിപ്പ്, അതായത് ചായയും പരദൂഷണവും. പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് ആ രണ്ടമ്മമാരുടെ കയ്യിൽ നിന്നും കിട്ടുന്നത് സ്നേഹം നിറച്ച ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് രണ്ട് സ്വദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതായത് ചന്ദന വാമൻ കണ്ണൂർ സ്വദേശിയാണ്, അതോടൊപ്പം തന്നെ ഗീതാ സുരേഷ് കൊച്ചി. അപ്പോൾ രണ്ടിടങ്ങളിലെ രുചി വൈവിധ്യങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു ഇടം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ അതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ മലബാറിൻ്റെ രുചികളൊക്കെ വളരെ മനോഹരമായിട്ട് ചന്ദന എന്ന് പറയുന്ന അമ്മ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ കൊച്ചിയുടെ രുചികൾ വളരെ മനോഹരമായിട്ട് ഗീത അമ്മയും ഉണ്ടാക്കും. അപ്പോൾ ഈ രണ്ടമ്മമാരുടെയും നല്ല ഗംഭീരമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുപാട് പേർ ആ കടകളിലേക്ക് എത്തുന്നു എന്നതാണ്. എന്തായാലും ഇവർ ഒന്നിച്ചത് വലിയൊരു കഥയാണ്. രണ്ടുപേരുടെ ആ മക്കൾ തമ്മിലുള്ള കല്യാണം, ആ കല്യാണത്തിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ മരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവരെ ഒരുമിച്ച് ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ അവരുടെ സന്തോഷത്തിനൊപ്പം ആ മക്കൾ നിൽക്കുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ആ അമ്മമാർ ആ കട അവിടെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ബാക്ക് ബോണായിട്ട് അവർ രണ്ടുപേരുടെയും മക്കളാണ് സുമേഷ്, അതോടൊപ്പം തന്നെ ഇന്ദു. ഇവർ രണ്ടുപേരും അത്യാവശ്യം വിദേശത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവർ ആ വിദേശത്ത് നിന്ന് ആ ജോലി മാറ്റിവെച്ചിട്ട് ഈ അമ്മമാർക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഈ അമ്മമാരുടെ ഈ സന്തോഷം കണ്ട് അവർക്കൊപ്പം ഇവരുണ്ടാകും എന്ന് തന്നെയാണ് ഇവരുടെ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവരും അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങും ഈ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ്. വൈകിട്ട് വന്ന് കടയിൽ കൊണ്ടുവന്ന് ചൂടോടുകൂടി ഈ സാധനങ്ങൾ കൊടുക്കും. രാത്രി ഏകദേശം 12-1 മണിയാകും ഈ കടയിൽ നിന്ന് ഈ രണ്ടമ്മമാരും തിരികെ പോകുമ്പോൾ. ആദ്യഘട്ടത്തിൽ ഇവർ നേരത്തെ മുമ്പ് ഒരു കട നടത്തിയിരുന്നു, എറണാകുളത്ത് സെസ്സിൽ ഒരു വലിയൊരു കട നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് കളക്ടറേറ്റിൽ ഒരു ഹോട്ടൽ പോലെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കഫേയിലേക്കൊക്കെ എത്തിയത്. എന്തായാലും അത് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ.